ഫ്രണ്ട്സ്, എല്ലാവർക്കും GK വേൾഡ് ആൻഡ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LDC, LGS തുടങ്ങിയ 10ാം തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ പ്രാഥമിക പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2017 LDC നിലവാരമുള്ള പരീക്ഷാ ചോദ്യപേപ്പറുകൾ LDC മാത്രമല്ല 10ാം തരത്തിൽ വരെയുള്ള എല്ലാ മുൻവർഷത്തെ ചോദ്യപേപ്പറും വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസിലേക്ക് കടക്കുക. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 2017 LDC പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ചോദ്യത്തിൽ നിന്നും ചോദ്യപേപ്പറിലെ 50 GK സെഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമുക്ക് GK എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ട്. പ്രാഥമിക പരീക്ഷയ്ക്ക് ഇല്ലാത്ത കുറച്ച് GKs വരുന്നുണ്ട്. അത് ഞാൻ സ്പെഷ്യലി നിങ്ങൾക്ക് ഏതാണെന്ന് പറഞ്ഞു തരാം. അത് കൂടാതെ GKയും സയൻസും എല്ലാം 50 എണ്ണം വീതം നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഇതൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 2017 17-ാം തീയതി 17/6/2017 LD ക്ലർക്ക് വേരിയസ് തിരുവനന്തപുരം മലപ്പുറം ജില്ലയിൽ ചോദിച്ച ചോദ്യപേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചോദ്യപേപ്പറും പെട്ടെന്ന് തന്നെ ഞാൻ വിശകലനം ഒന്നും ചെയ്യുന്നില്ല. വിശകലനം നമുക്ക് വേറൊരു ലൈവ് സെഷൻ വെച്ചിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമ്മൾ വെറുതെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം ആൻസേഴ്സും മാത്രമാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ PDF ആവശ്യമുള്ളവരെ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വായിച്ചു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ഇനി വൈകിക്കുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് ചോദ്യപേപ്പർ നിങ്ങൾ ദിവസം ഓരോ ചോദ്യപേപ്പറെങ്കിലും മലയാളം മീഡിയത്തിലുള്ള എല്ലാ ചോദ്യപേപ്പറും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ശരി, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നമുക്കറിയാം നെയ്യാർ നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ നദി വരുന്നത് അല്ലെ, തിരുവനന്തപുരം ജില്ലയിൽ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഉത്തരങ്ങൾ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ഡിസ്കഷൻ ലൈവ് ആയിട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. മൂന്നാമത്തത്, ഈ ഒരു ചോദ്യം നമുക്ക് പ്രാഥമിക സിലബസിൽ ഇല്ലാത്തതാണ്, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പറയാം. ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായിട്ടുള്ള ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി ഇതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള വംശം, സുൽത്താൻ ഭരണകാലത്തിലെ വംശം. അടുത്തതും നമുക്ക് പറഞ്ഞിട്ടില്ലാത്തതാണ്, എങ്കിലും ഞാനൊന്ന് വായിക്കാം. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ പെടുന്നു? ഉത്തരം വരുന്നത് തുളുവയാണ്. അഞ്ചാമത്തത്, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം വരുന്നത് കാവേരി നദിയുടേതാണ്. ആറാമത്തെ ചോദ്യം, ബിഹു ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിന്റെയാണ്? അസമിന്റെ നൃത്തരൂപമാണ് ബിഹു. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട് ജില്ലയാണ്. അടുത്തത്, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ്? അവിടെ നമുക്ക് സംശയമുള്ള രീതിയിൽ 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. KN പണിക്കരും തന്നിട്ടുണ്ട്, KM പണിക്കരും തന്നിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? KM പണിക്കരാണ്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം കൽപ്പാക്കം, കർണാടകം. കൽപ്പാക്കം ഏത് ജില്ലയിലാണ് വരുന്നത്? ഏത് സംസ്ഥാനത്താണ് വരുന്നത്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് കൽപ്പാക്കം വരുന്നത്. ശരി, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചണമുള്ളത് പശ്ചിമ ബംഗാളിലാണ്. നെക്സ്റ്റ് നോക്കാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഏതാണ്? ചൗവൻ ലായ്. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? PSCയുടെ ഉത്തരപ്രകാരം ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 2005 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം രംഗനാഥ് മിശ്ര. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24-ാം അനുച്ഛേദം. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആരാണ്? ഇത് 2017 ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്ന ഏതാണ്? പ്രകാശ് ജാവേദ്കർ ആയിരുന്നേ.
ശരി, അപ്പൊ അടുത്തത് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം പാരീസ്, റോം, സ്വീഡൻ ആൻഡ് ബ്രസീൽ. ഉത്തരം വരുന്നത് ഏതാണ്? ബ്രസൽസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഓക്കെ, അടുത്ത ചോദ്യം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏതായിരുന്നു? ഉത്തരം ഖേലോ ഇന്ത്യയാണ്. അടുത്തത് 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുന്ന ക്ലാസ്സിൽ പറയാവേ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരളത്തില് അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏതാണ്? ഉത്തരം ആശ്രയ. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993. വിമോചന സമരം നടന്ന വർഷം ഏതാണ്? 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം നീതി ആയോഗ്. അടുത്ത ചോദ്യം. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം സുസ്ഥിര വികസനം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേരെന്താണ്? ഉത്തരം ഹേമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളില് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര ഗ്രൂപ്പാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? നമുക്കറിയാം എത്രയാണ്? യെസ്, എത്രയാണ്? 18 ഗ്രൂപ്പുകളാണ് അല്ലെ. 18 ഗ്രൂപ്പുകളാണുള്ളത്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നമുക്കറിയാം ഓക്സിജൻ ആണെന്നുള്ളത് അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഏതാണ്? സിലിക്ക. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം വായു. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടാകിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എത്രാമത്തെയാണ്? 3ാമത്തെ ചലന നിയമം. അടുത്ത ചോദ്യം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 8. പ്ലൂട്ടോ പുറത്തായപ്പോ 8 ആയി അല്ലെ. ജലം ഐസാകുന്ന താപനില എത്രയാണ്? ജലം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം ഏതാണ്? ഡെസിബൽ ആണ് അല്ലെ. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ. നെക്സ്റ്റ്, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ എ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം, സെറിബ്രം, തലാമസ്, മെഡുല ഒബ്ലാങ്കേറ്റ. ഉത്തരം ഏതാണ്? സെറിബെല്ലം അല്ലെ. സെറിബെല്ലം ആണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. ഓക്കെ, അടുത്ത ചോദ്യം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്ന ഏത് രോഗത്തിനാണ്? ഉത്തരം വരുന്നത് പോളിയോയ്ക്കാണ്. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ
ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലൂയി പാസ്റ്റർ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം തിമിരമാണ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? ഉത്തരം വൻഗാരി മാതായി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ശ്വേത രക്താണുക്കൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 50 GK ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ജനറൽ സയൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുള്ളവര് എനിക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം കേരള PSCക്ക് ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നു. 100-ൽ പരം അധ്യാപകരുടെ ക്ലാസ്സുകളുണ്ട്. ഫ്രീ ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ ലൈവായിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യാം. മറ്റ് മത്സരാർത്ഥികളോട് കൂടി നിങ്ങൾക്ക് മത്സരിച്ചുകൊണ്ട് നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ID-യും കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കേരള PSCന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSCന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ. താഴെ കൊടുത്താൽ മതി, ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യാം. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് ഇടയ്ക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.